Hello folks, welcome back to another vlog. നമ്മളിപ്പോ ഈസ്റ്റ് ഖാസി വില്ലേജിലെ ഒരു റിവർ ഐലൻഡ് ഉണ്ടല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് നോങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണത്. അവിടത്തേക്കുള്ള വഴി കണ്ടില്ലേ, റോഡ്. സോ ഇതാണ് ഐലൻഡ് കേട്ടോ, റിവർ ഐലൻഡ്. വാട്ട് യു വിൽ പ്രൊനൗൺസ്? Nong Num Island. Nong Num Island. So we are going to Nong Num Island. Yeah. ഇതാണ് വഴി. So about how many kilometers from here? I think 10 kilometers. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണല്ലോ കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം വന്ന് ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ ടൗണാണിത് ഈ കാണുന്നത്. നോങ് നോം ഹൈലാൻഡ് 5 കിലോമീറ്റർ. അവിടെ എഴുതിക്കണില്ലേ, അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഏകദേശം 5 കിലോമീറ്റർ പോകണം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഓക്കെ. അവിടെ ഒരു ചർച്ച് കാണാം കേട്ടോ അതിൻ്റെ മേലെ. ഇവിടുന്നുള്ള റോഡ് നല്ല റോഡാണ്. നമ്മൾ പോകുന്ന വഴി കണ്ടില്ലേ, ഏറ്റവും കുന്ന് കയറി വന്നു. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാണ്. അപ്പുറത്തെ സൈഡ് ഇതുപോലെയാണ്. താഴത്തെ വ്യൂ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥലം ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വീടുകളൊക്കെ ഉണ്ടല്ലോ കാണുന്ന മതി. What is the mountain name? Kalalamsmun. Nyangram. Nangram. Yes. That's Kalalamsmun. കലാലംസ്മൈൻ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിനാണ് കേട്ടോ അത്. ഇത് നാൻഗ്രാം എന്ന് പറഞ്ഞ വില്ലേജാണ് ഇതിൻ്റെ അടുത്ത് കാണുന്നത്. Hello. So this is the traditional houses. ബൈക്ക് ഉണ്ടാക്കി ആ വീട് മാത്രമേ ഡെങ്സിയാങ് എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തിട്ടോ. ഇതാണ് ഈ വില്ലേജിലെ ഏകദേശം ലുക്ക്. ഇവിടെ ഒരു ചർച്ച് കാണാം. ഇവിടെ പോകുമ്പോൾ ഒരു 100 rupees എൻട്രി ഉണ്ട് കേട്ടോ. എൻട്രി താങ്ക് യു. നമ്മൾ ഏകദേശം എത്തിയിട്ടോ, ഇവിടെ എത്താറായി. ഇവിടുത്തെ വഴികളൊക്കെ ഇതാ ഇതുപോലെ കേട്ടോ.
കുറച്ച് റിസ്കി ഏരിയ ആണ്, എന്നാലും വർത്ത് ടു വിസിറ്റ്. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിലെത്തി. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഐലൻഡിലാണുള്ളത്. അഫ്കോഴ്സ് മാജുലിയാണ് ഫസ്റ്റ്. ആസാമിലെ മാജുലി എന്ന റിവർ ഐലൻഡാണ് ഏഷ്യയിലെ നമ്പർ 1 റിവർ ഐലൻഡ്. ഇത് ഏഷ്യയിലെ രണ്ടാമത്തെ റിവർ ഐലൻഡാണ്, ലാർജസ്റ്റ് റിവർ ഐലൻഡാണ്. ഇതാണ് അവിടുത്തെ വ്യൂ. നോങ് സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഷിലോങ്ങിന് ഏകദേശം 80 കിലോമീറ്റർ മാറിയിട്ട് നോങ് സ്റ്റേ എന്ന് പറഞ്ഞൊരു, ഇത് വെസ്റ്റ് കാസി ഹിൽസിൽ നോങ് സ്റ്റേ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടാണ് നോങ്ക്നും റിവർ ഐലൻഡാണ് ഇതിൻ്റെ പേര്. റോഡ് വളരെ മോശമാണ്, ഏകദേശം ഒരു 15 കിലോമീറ്റർ റോഡ് മോശമാണ്. ഇപ്പം എൻ്റെ കൂടെ സമർ ഉണ്ട്. സമർ, ഹായ്. സോ where we are now? നോങ്ക്നും Island. നോങ്ക്നും റിവർ ഐലൻഡ്, റൈറ്റ്? ചെറിയൊരു നടപ്പാലം കാണാം. നടപ്പാലം, ഒരു പാലം എന്ന് പറയാൻ പറ്റില്ല, നടക്കുന്ന പാലം. പിന്നെ നമ്മളൊരു നൂൽപ്പാലത്തിലോട്ടാണ് പിന്നെ പോകുന്നത്. ഇതാണ് നൂൽപ്പാലം. നോങ്ക്നും സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ് കണ്ടില്ലേ, ഇവിടെ ഇനാഗ്രേറ്റഡ് ബൈ KN കുമാർ IAS ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത് 30th November 2015 ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. KN കുമാർ എന്ന് പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അതായത് വെസ്റ്റ് കാസി ഹിൽസ് ഡിസ്ട്രിക്റ്റിലെ ഡെപ്യൂട്ടി കമ്മീഷണറായ കർലാന്ത ഈസ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് വെസ്റ്റ് കാസി ഹിൽസ്, റൈറ്റ്? താങ്ക് യു. ഇത് ഇവിടുത്തെ ആൾക്കാരാട്ടോ. ഹലോ, യു ആർ ഫ്രം ഹിയർ? Mogwan. Oh, Mogwan. Nice to meet you. ഇതാണ് നൂൽപ്പാലം. സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ്, ഇവര് പറയാ സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ്, നമ്മൾ പറയും നൂൽപ്പാലം മലയാളികള്. ഇതാണ് ആ റിവർ. ഒരു മലമുകളിൽ റിവർ, ആ റിവറിന് ചുറ്റും ഒരു ചെറിയൊരു ഗ്രാമം, ഒരു ഐലൻഡ്. ഇത് ഗ്രാമമല്ല, ഒരു ഐലൻഡ്. അതാണ് ഇതിന് റിവർ ഐലൻഡ് എന്ന് പറയും, കാരണം ഈ റിവർ ഉണ്ടായതുകൊണ്ട് റിവർ ഐലൻഡ് എന്ന് പറയുന്നത് അവിടെ. സോ ദിസ് ഇസ് ദ റിവർ. വാട്ട് ഈസ് ദ റിവർ നെയിം? Kenshi River. ഈ റിവർ അറിയപ്പെടുന്നത് കെൻഷി എന്ന പേരിലാണ്. സോ ദിസ് റിവർ ഹാവ് എനി കണക്ഷൻ വിത്ത് ഉംഗോട്ട്? No. ദർ ഈസ് നോ കണക്ഷൻ. No connection. അല്ല, ഞാൻ ചോദിക്കായിരുന്നു ദൗക്കി വില്ലേജിലെ ഉംഗോട്ട് റിവറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞു. And this is famous for rafting. ഇത് ആക്ച്വലി ഈ കെൻഷി എന്ന് പറഞ്ഞ റിവർ റാഫ്റ്റിങ്ങിന് ഭയങ്കര ഫേമസ് ആട്ടോ. ഇവിടെ കുറെ ഫോറിനേഴ്സ് ഒക്കെ റാഫ്റ്റിങ്ങിന് വരാണ്ടെന്നാണ് സുമാർ പറയുന്നത്. You can check on Vimeo and YouTube. യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ വീഡിയോസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ടെന്ന് സുമാർ പറയും. ഇതാണ് ഫുട് പാത്ത് ബ്രിഡ്ജിന്റെ സെക്കൻഡ് ഫേസ്. So this footpath bridge recently inaugurated, right? Yes. On 2015. Dobasong Nongknom. ഇതാ ഇവിടുത്തെ ഈ ഐലൻഡിന്റെ കയറി വരുമ്പോൾ കാണണം കേട്ടോ. ദോബാക്സ്നോ നോങ്ക്നോ നോങ്സ്റ്റേൻ സിസ്റ്റം ഷിപ്പ് വെസ്റ്റ് കാസി ഹിൽ ഡിസ്ട്രിക്ട്. വില്ലേജിനെ കുറിച്ചുള്ള വില്ലേജിന്റെ പേരും ഒക്കെയാണ്.
ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ ഈ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ് ഇസ് ഫോർ? ദിസ് ഇസ് ഷോപ്പ്. ഇത് ഇവിടുത്തെ കടകളാണ് കേട്ടോ, വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയ. അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റും ഉണ്ട്. കണ്ടില്ലേ നമ്മളെ ഫൂട്പാത്ത് ബ്രിഡ്ജിനെ കണക്ട് ചെയ്യുന്നത് ഒരു കമ്പി കൊണ്ട്, കണ്ടില്ലേ ഈ കമ്പി കൊണ്ടാണ് ആ ബ്രിഡ്ജിനെ കണക്ട് ചെയ്തത്. ഇതാണ് പബ്ലിക് ടോയ്ലറ്റ്. കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി സ്റ്റേഷൻ കോംപ്ലക്സ്. 16-17 2 ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. പബ്ലിക് ടോയ്ലറ്റിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ കെൻചി റിവർ കേട്ടോ. സുമാർ ഇത് അവിടെ ഉണ്ട്, അങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. അവിടെ നല്ല വ്യൂ എന്നാണ് പറഞ്ഞത്. There is a good view. ഓ അവിടെ നോക്കിയാൽ നല്ല കെൻഷിന്റെ സൂപ്പർ വ്യൂ ആണെന്ന് പറഞ്ഞു. കണ്ടില്ലേ ഇവിടെ ഒരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക്. സോ ദിസ് ഇസ് ഫോർ സ്റ്റാൻഡിങ് ഹിയർ to see the view. Now see how it's divided. That is a river, okay? It's right here and it's divided in the right, in my right hand, and the side in my left hand. Let me see red. കണ്ടില്ലേ ഇതിങ്ങനെ പടർന്ന് കിടക്കട്ടോ കെൻചി റിവർ. And that is the government. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, ബോട്ടിംഗ്. Government guest house. അതൊക്കെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളുണ്ടോ കാരണം ഇതിന്റെ മേലെ. സോ ഹൗ മച്ച് ഫോർ ദ ബോട്ടിംഗ്? I don't know how much. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. റിവറിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. കെൻചി റിവർ ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കളറായിട്ടുണ്ട് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ ഗ്രീൻ ആണെന്ന് തോന്നും, പെട്ടെന്ന് കണ്ട ബ്ലൂ ആണെന്ന് തോന്നും. ഇറ്റ്സ് ലൈക്ക് ഡബിൾ കളർ, ബ്ലൂ ആൻഡ് ഗ്രീൻ. തണുപ്പുണ്ട് കേട്ടോ, കാരണം റിവറിൻ്റെ സൈഡ് ആയതുകൊണ്ടേ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഹലോ, ബോട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ബോട്ടുകളാണ്. തോണി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തോണി, ബോട്ടല്ല. യു ആർ ഗോയിങ് ഫാസ്റ്റാ? വെരി ഫാസ്റ്റ്. മൈ ലെഗ്സ് ആർ പെയിനിങ്. സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. ഞാൻ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിൽ പോയിട്ട് 7000 സ്റ്റെപ്സ് അടി പോയിട്ട് പിന്നെ അത് ക്ലൈം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കാലിൻ്റെ തൈസ് നല്ല പെയിനാണ്. 2 ദിവസമായി പെയിൻ ഉണ്ട്, മാറിയിട്ടില്ല. അതുകൊണ്ട് സ്പീഡിൽ നടക്കാൻ കഴിയുന്നു. ഇതാണ് നമ്മളെ കെൻചി റിവറിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ. We will take this boat. What do you think? Yeah. We'll take. Big boat we can visit from this side. We can visit that fall. There is a tourist also. Local. Local? ഇതുണ്ട് ലൈഫ് ജാക്കറ്റ്. ഇത് തുഴയുന്ന സാധനം ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബോട്ട്. അതാണ് കെൻചി റിവർ. നല്ല ക്രിസ്റ്റലാണ് കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആയി. സം പാർട്ട് മേ ബി. Yes, you can see. Yeah. ഇവിടെ കണ്ടല്ലേ നല്ല ക്ലിയർ ആണല്ലോ. It's clear. ഇതാണ് റിവർ. ഈ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഈ റിവറിൻ്റെ ചെറിയ ഭാഗമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. വി ക്യാൻ സ്വിം ഹിയർ. Yes. ഈ ഭാഗത്തൊക്കെ നമുക്ക് കുളിക്കാം കേട്ടോ. ഇവിടെ കുറേ ഫാമിലി ഉണ്ട്, അവരിങ്ങനെ കുളിക്കാതെ ചേർപ്പില്ലാന്ന് തോന്നുന്നു. വളരെ കുളിക്കുന്നുണ്ട്. And it has another bridge. ഫ്രം ഹിയർ. Yes. ഇതിൻ്റെ മുന്നേ ഇവിടെ ആയിരുന്നു കേട്ടോ ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്, ഹാങ്ങിങ് ബ്രിഡ്ജ്. സോ ഫ്രം ഹിയർ ടു ഹിയർ. അതായത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ആയിരുന്നു പഴയ കണക്റ്റിംഗ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇവിടുന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ നമുക്ക് ഇവിടെ കാണാം, അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെ. ഈ ഭാഗം
Hati Road, no? Yesterday from there. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലേസ്? Mairang, near Mairang. ഇത് നമ്മൾ മൈറങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഈ നോങ്സ്റ്റേന്ന് എത്തുന്നതിൻ്റെ മുന്നേ. അവിടെ നിന്നാണ് ആക്ച്വലി കെൻഷി റിവർ ഒഴുകി വരുന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഹിയർ അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഫാമിലി വിൽ ബി ഹിയർ ദിസ് റിവർ ഐലൻഡ്? I think around 15 families. 15. ഈ ഐലൻഡിൽ, ഈ റിവർ ഐലൻഡിൽ ഏകദേശം 15 ഫാമിലി ഉള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. ഈ റിവർ ഐലൻഡിനെ കുറിച്ച് അത്ര ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്, പക്ഷെ ഇവിടെ നോങ്സ്റ്റേൻ ഇവിടെ അടുത്തുള്ള ഏരിയയിൽ നിന്ന് മാത്രമേ വരുള്ളൂ. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരാനുള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും കേടായ റോഡാണ്. അതിലൂടെ വരുമ്പോൾ പക്ഷെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേഘാലയയിലെ മോസ്റ്റ് ഏരിയയിൽ നമുക്ക് കാണാവുന്നത് മാരുതി കാറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് കുറവാണ് മാരുതി കാറിന്. അതുകൊണ്ടാണ് അവർ ഹിൽ ഏരിയയിൽ ഇത് യൂസ് ചെയ്യുന്നത്, ഈ കാറ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കാറിന് നല്ല ടയറുള്ളൊരു കാറായിട്ട് വരാൻ നോക്കുക. കാരണം അത്രയും മോശമാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഈ ട്രിപ്പിൽ ഏറ്റവും വേസ്റ്റ് റോഡ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോങ്സ്റ്റേന്ന് ഈ റിവർ ഐലൻഡ് വരെയുള്ള റോഡാണ്. അപ്പോൾ ഓവറോൾ നല്ല ബ്യൂട്ടിയാണ്. കാരണം മൗണ്ടൈൻ ഇങ്ങനെ സറൗണ്ടഡ് ആണ്, നമ്മളെ ചുറ്റും നമുക്ക് മൗണ്ടൈൻ കാണാം, നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൈൻ. പിന്നെ കെൻഷി റിവർ അതിൻ്റെ തീരത്തുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ബോട്ടിങ്ങിൽ പോകാം. ബോട്ടിങ്ങിന് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതുവരെ പോകാൻ ഏകദേശം 500 രൂപ എന്ന് പറഞ്ഞത്. ബോട്ട് എന്ന് പറഞ്ഞാൽ തോണിയില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ. റെനോവേറ്റിംഗ് പെയിന്റിങ് നൈസ് ഡു ഇറ്റ് നൈസ്. ഒരു പെയിന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ട്, ഇത് കണ്ടില്ലേ, ഒരു ബോട്ടിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ബോട്ടിലൊക്കെ പോവാ. ബോട്ട് മീൻസ് തോണി. ഈ തോണിയിലൊക്കെ പോവാ, അതിലൂടെ പോവാ. നേരത്തെ നമ്മൾ കണ്ട പിള്ളേരാക്കുന്ന അവിടെ. ഇതും ഒരു ബോട്ടിങ്ങിന്റെ സ്റ്റേഷനാണ്.